നമസ്കാരം. മായി വെള്ളിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മുന്നോട്ട് എന്ന നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നവരാത്രിയുടെ 8ാം നാളാണ്. ഇന്ന് അമ്മ മഹാഗൗരി ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. മഹാഗൗരി എന്നാൽ പർവ്വതപുത്രിയായിട്ടുള്ള പാർവതീ ദേവി തന്നെയാണ് മഹാഗൗരി എന്നറിയപ്പെടുന്നത്. ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് ദേഹമാസകലം മണ്ണും ചെളിയും പുരണ്ടിരുന്ന ഭഗവതിയെ ഭഗവാൻ സംപ്രീതനായി ഗംഗാജലം കൊണ്ട് സ്നാനം ചെയ്തപ്പോൾ ഭഗവതി വെളുത്ത് ശോഭയോടുകൂടി ജ്വലിച്ച് നിന്ന ഒരു ഭാവത്തെയാണ് മഹാഗൗരി ഭാവം. അങ്ങനെയാണ് ദേവിക്ക് മഹാഗൗരി ഭാവം വന്നത്. അപ്പം വെളുത്ത കാളയുടെ പുറത്ത് വെളുത്ത വസ്ത്രങ്ങളോടുകൂടി വെളുത്ത ആഭരണങ്ങളോടുകൂടി വെളുത്ത മാലയണിഞ്ഞ് ജ്വലിച്ച് നിൽക്കുന്ന ഭഗവതിയെ നമ്മൾ ആരാധിച്ചാൽ നമുക്ക് എല്ലാ നമ്മളുടെ അഭീഷ്ടങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. ഓം മഹാഗൗരിയെ നമ എന്നാണ് ഇന്നേ ദിവസം അമ്മയെ പ്രാർത്ഥിക്കേണ്ടത്. രാഹുകാല ദോഷ നിവാരണത്തിന് ഇന്നേ ദിവസം അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷം കൊണ്ട് വലയുന്നവർക്കൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കറണ്ട് എനർജിയാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മുന്നോട്ട് ബെറ്റർ ആകുമോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം മറികടക്കുമോ എന്നൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്, ഒരു അനുഗ്രഹം ഇതൊക്കെയാണ് ഞാനിന്ന് നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. അപ്പോൾ ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നുമില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം ഇത് എടുക്കാം, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. നെഗറ്റിവിറ്റി മനസ്സിൽ നിന്ന് ഹീൽ ചെയ്ത് കളയുക. ടാരോ ട്രേഡിംഗ് പോസിറ്റീവായിട്ട് എടുക്കുന്നവർ മാത്രം കാണാൻ ശ്രമിക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കളയുക. ഓക്കെ, എൻ്റെ ചാനൽ സ്നേഹിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് ലൈക്കും ഹൈപ്പും തരാൻ നിങ്ങൾ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. വളരെ പോസിറ്റീവായിട്ട് പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് വേണം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ്സ് എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. 3 ഓഫ് സോൾസ് ആണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത്. സെക്കൻഡ് കാർഡ് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഡെത്ത് എനർജി വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ദ ഹെറോഫൻ കാർഡ് വന്നിട്ടുണ്ട്. 6 ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെൻഡിക്കിൾസും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിന്ന് കിട്ടിയ നിങ്ങളുടെ ഒരു
ഒരു സ്പ്രെഡ് ഇതാണ്. നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു സ്പ്രെഡ് ഇതാണ്. എനിക്ക് നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് കിട്ടിയേക്കുന്നത് തന്നെ 3 ഓഫ് സോൾസ് ആണ്. ഈ ഒരു അവസ്ഥയായിരുന്നു നിങ്ങൾക്ക്. ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു ദാമ്പത്യപരമായിട്ടും ഒരു കുടുംബത്തിൻ്റെ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒക്കെ ഒരു തകർച്ചയാണ് ഈ ഒരു കാർഡ് അർത്ഥമാക്കുന്നത്. അത്രയ്ക്ക് പെയിൻഫുള്ളായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ കടന്നു വന്നത്, മുന്നോട്ട് വന്നത്. അവിടെ നിന്ന് നിങ്ങൾ സ്വയം നിങ്ങൾ ഹീലായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടി ആയിരിക്കാം, ഒരുപാട് അനുഭവങ്ങൾ കൂടെ ആണല്ലോ ഒരു മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതും തളർത്തുന്നതും അല്ലേ. അപ്പം ആ ഒരു തളർത്തുന്ന അനുഭവങ്ങളിലൂടെ മുന്നോട്ട് വന്നതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ സ്വയം ഹീലായിട്ട് നിങ്ങൾ സ്വയം ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മുന്നേറുക. ഈ ഒരു നിരാശയിൽ നിന്നും നിങ്ങൾ പതുക്കെ നിങ്ങൾ റിക്കവറായി വെളിയിൽ വരുന്നു എന്നുള്ളതാണ് സെക്കൻഡ് കാർഡായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. ഈ ഒരു തകർച്ചയും നിങ്ങൾ പതിയെ തിരിച്ച് നിങ്ങൾ സ്വയം ഹീലായിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം വേദനിച്ചു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളിൽ തോന്നാം, ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല, ശരിയാകില്ല, മുന്നോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എല്ലാം റിക്കവറായി വന്നു. കാരണം നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയിൽ നിന്നുമെല്ലാം നിങ്ങളെ വെളിയിൽ ഈ ഒരു നിരാശയിൽ നിങ്ങൾ കരകയറാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു സ്വയം ഹീലിംഗ് ചെയ്ത് നിങ്ങൾ പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു നിരാശയിൽ നിന്ന് നിങ്ങൾ കരകയറാനായിട്ട്. കാരണം നമുക്കൊരു വിഷമം, നമുക്കൊരു തിരിച്ചടി വരുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ പെയിൻഫുള്ളായി നമ്മൾ തകർന്ന ഒരവസ്ഥയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അതിൽ നിന്നും നമ്മൾ തിരിച്ചിറങ്ങാനായിട്ട് കാണിക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് മറ്റെന്തിനേക്കാട്ടിയും വലുതാണ്. ആ ഒരു നീതി നമ്മളോട് തന്നെ കാണിക്കുന്നത്. അത് നിങ്ങളിവിടെ ചെയ്തു എന്നുള്ളതാണ്, അത് നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട്. ഇനി നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ സന്തോഷം ഇത്രയും നാൾ മറ്റുള്ളവർ നിങ്ങളുടെ സന്തോഷം തല്ലി തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇനി നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയൊരു തുടക്കമാണ്. ഇനി ഈ ഒരു ജീവിത സാഹചര്യങ്ങൾക്ക് വിട പറഞ്ഞ് പുതിയൊരു തുടക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പുതിയ തുടക്കത്തിലോട്ട് തന്നെ നിങ്ങൾ മൂവ് ചെയ്യുകയാണ്. ഒരു സഫലീകരണം, ഒരു സന്തോഷം, ഒരു ഇനിയുള്ള ജീവിതമെങ്കിലും മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എന്നുള്ള ഒരു തോന്നലാണ് നിങ്ങളെ ഈ ഒരു വഴിയിലോട്ട് നയിക്കുന്നത്. അത് തീർച്ചയായും ഒരു സഫലീകരണത്തിൻ്റെ ഒരു കാർഡ് തന്നെയാണ് 10 ഓഫ് കപ്സ്. നിങ്ങളുടെ മക്കളുമായിട്ട് അതായത് നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊരു സന്തോഷത്തിലോട്ട് നിങ്ങൾക്ക് പോവുകയാണ്. അതിനായിട്ട് നിങ്ങൾ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് ആ ഒരു സന്തോഷത്തിലോട്ട്. കാരണം ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് ദുഃഖിച്ച് വിഷമിച്ച് നിങ്ങൾ ഒന്നിനോടും താല്പര്യമില്ലാതെ നിങ്ങൾ നിരാശപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഇനി അതിവേഗം നിങ്ങളുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങൾ മുന്നോട്ട് കുതിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡ്സ് പറയുന്നത്. അതിന് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പം. കാരണം നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട്, കാരണം നമ്മളെ ജീവിത പാഠങ്ങളാണല്ലോ നമ്മളെ സ്ട്രോങ് ആക്കുന്നത് അല്ലേ. നമ്മൾ ഒരുപാട് തീയിൽ കൂടെ നടന്ന് വരുമ്പോൾ പിന്നെ നമുക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ ഇതിലും വലിയ വേദനയിൽ കൂടെയാണ് വന്നതെന്ന് തോന്നുമ്പോൾ മറ്റുള്ള വേദനകളൊക്കെ നമ്മളുടെ മുമ്പിൽ ഒന്നും അല്ലാത്തൊരു സാഹചര്യമാകുന്നു. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെ തന്നെ സ്വയം സ്ട്രോങ് ആക്കിയിരിക്കുകയാണ്. ഇത് ഹെറോഫൻ കാർഡ് പറയുന്ന പോലെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങളോട് തന്നെ നീതി കാണിച്ചു, ഒരു ജസ്റ്റിസ്, ഒരു നീതി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും നിങ്ങളോട് നീതി കാണിച്ചത് കൊണ്ട് തന്നെ യൂണിവേഴ്സും നിങ്ങളോടൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരാൻ പോകുന്നു. തീർച്ചയായും നിങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹങ്ങൾ സഫലീകരണം ഉണ്ടാവും. നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ഇനിയുള്ള കാലം നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് ായിട്ട് കാണിച്ചു തരുന്ന ഒരു യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ബോട്ടമായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് എന്ന് പറയുമ്പോൾ 7 ഓഫ് സോൾസ് ആണ്. ഒരു ചതിയാണ്, ഒരു ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ഒരു കയ്പ് നീര് കുടിച്ചറിഞ്ഞവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി ആർക്കും ചതിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല.
അത്രയും സ്ട്രോങ് ആയി കഴിഞ്ഞു നിങ്ങളത്. ഹെറോഫൻ കാർഡ് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളോട് തന്നെ നീതി കാണിച്ചു. യൂണിവേഴ്സും നിങ്ങളോട് നീതി കാണിക്കുകയാണ്. ഒരിക്കലും ഇനിയൊരു ചതിയിൽ നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുവന്ന് പെടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയതും അത് തന്നെയാണ്. കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി തെറ്റേതാണ്, ശരി ഏതാണ്, ഒരു ചതി ഏതാണ്, ഒരു നല്ല വഴി ഏതാണ്, കെട്ട വഴി ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. കാരണം അത് നിങ്ങൾ അതിജീവിച്ച് വന്ന ഈ ഒരു വേദന കൊണ്ടാണ് നിങ്ങളുടെ വഴി ഇത്രയും, നിങ്ങളുടെ ഈ ഒരു വേദന നിറഞ്ഞ ഈ ഒരു തകർച്ച നിങ്ങളെ ആ ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് നിങ്ങളെ മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പം നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു ചതിയും വഞ്ചനയും ഒന്നും ഇനി നിങ്ങളുടെ വഴിയിൽ തടസ്സമായിട്ട് വരില്ല. നിങ്ങൾ മുന്നേറാനായിട്ട് പോവുകയാണ്. നിങ്ങൾ സ്വയം ഹീലായി തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചിടം മുതൽ തന്നെ നിങ്ങളുടെ വഴി യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തുറന്നു തരികയാണ്. നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോവുകയാണ്, നീതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഒരു നല്ലൊരു സമയമായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു യൂണിവേഴ്സ് മെസ്സേജ് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് സത്യമാവട്ടെ. മുന്നോട്ട് നല്ലൊരു ജീവിതവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ടുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.